കർത്താവിൽ പ്രിയരെ, ഈ അടുത്ത കാലത്ത് ക്രൈസ്തവ ലോകം വളരെയേറെ ചർച്ച ചെയ്ത ഒരു കാര്യമാണല്ലോ പാസ്റ്റർ PG വർഗീസിൻ്റെ ഡാൻസ്. ഞാനതേപ്പറ്റി വിധി പ്രഖ്യാപനമൊന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഒരു പാട്ട് പാടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. ഡാൻസ് ചെയ്യാൻ പോവാ. പരമേശ വരമരുളേശ നീയത്രേ പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാതാൻ പരപരമേശ 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 വരമരുളീശ നീയത്രേ രക്ഷാതാനം പരപരമേശ 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 വരമരുളീശ നീയത്രേ രക്ഷാതാനം പരപരമേശ 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 വരമരുളീശ നീയത്രേ പരപരമേശ പരപരമേശ. എന്റെ ഭാര്യയുടെ കാണുന്നുണ്ടോ? അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്. ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം കർത്താവിന് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്ത ആളാണ്. അദ്ദേഹത്തെ വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഉയർന്ന ഒരു ചോദ്യം, ഇതാണോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തുള്ളുക, ചാടുക, അട്ടഹസിക്കുക, ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കുക, ഇതൊക്കെയാണോ? കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ ഇപ്രകാരം കാണുന്നു: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രാഥമികമായ ജോലി നമ്മളെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഞാൻ പാപിയാണ് എന്നൊരു ബോധം ഉണ്ടാകുമ്പോഴാണ് എനിക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന ചിന്തയുണ്ടാകുന്നത്. ഞാൻ പാപിയല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിയാൽ ഒരു രക്ഷകൻ്റെ ആവശ്യം എൻ്റെ മനസ്സിലുണ്ടാകുന്നില്ല. നീതിയെക്കുറിച്ച് ബോധം വരുത്തും. നീതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം വരുത്തി തരുന്നു, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്. മൂന്നാമത്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം ഉണ്ടാക്കി തരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നൊരു ചിന്ത. ഇതെല്ലാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ, ഭക്തിയോടെ ജീവിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഞാൻ കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്നത് നമ്മളെ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ സഹായിക്കുന്ന ജോലിയാണ്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി യേശുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ സഹായിക്കുന്ന ജോലി. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം തുടങ്ങിയ 9 ഫലങ്ങൾ നമ്മളിലുണ്ടാകുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഏറ്റവും വലുത്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ നിറയുകയും ക്രിസ്തു എന്ന മണവാളന് വേണ്ടി നമ്മൾ അനുദിനം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പാസ്റ്റർ വർഗീസ് എന്തുകൊണ്ട് ഇപ്രകാരം ഒരു ഡാൻസ് ചെയ്തു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തെ വീക്ഷിച്ച പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ജോലിയെന്ന്. അങ്ങനെയുള്ളവർക്ക് ഒരു തിരുത്തലിന് വേണ്ടി ഞാൻ പറയട്ടെ,
പരിശുദ്ധാത്മാവിൻ്റെ ജോലി നമ്മളെ കർത്താവെന്ന മണവാളിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, വിവാഹം നടക്കുന്ന വീടുകളിൽ ബ്യൂട്ടീഷ്യൻ കടന്നു വരും. ആ പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയം മുതൽ ബ്യൂട്ടീഷ്യൻ ഈ പെൺകുട്ടിയെ, മണവാട്ടിയായ പെൺകുട്ടിയെ ഒരുക്കുകയാണ്. ഒരുക്കി 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 മുടി ചീകി കൊടുക്കുന്നു, സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നു, മുഖത്ത് മേക്കപ്പ് ചെയ്യുന്നു. ഏതെല്ലാം തരത്തിൽ എത്രമാത്രം അധികം അവളെ സുന്ദരിയാക്കി മണവാളനെ ഏൽപ്പിക്കാമോ ആ തരത്തിൽ അവളെ ആക്കുക. ഇതാണ് ആ ബ്യൂട്ടീഷ്യൻ്റെ ജോലി. പരിശുദ്ധാത്മാവിൻ്റെ ജോലിയും ഇതുതന്നെയാണ്. നമ്മളെ കർത്താവിന് വേണ്ടി സൗന്ദര്യമുള്ളവരാക്കി കർത്താവിൻ്റെ വിശുദ്ധിയുടെ ഒരു പ്രതിരൂപമാക്കി നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ബാക്കി ഈ കാണുന്ന കോപ്രായങ്ങളൊന്നും പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയട്ടെ. കർത്താവ് വരുമ്പോൾ കർത്താവിനെ മുഖാമുഖം കാണാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്രകാരമുള്ള ചേഷ്ടകളും ഗോഷ്ഠികളുമൊക്കെ നാശത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ആഴമായിട്ട് വചനം പഠിക്കുക, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.